പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇപ്പോൾ കൂടുതൽ ജോലി സ്ഥലങ്ങളൊക്കെ സജീവമായിട്ടുണ്ട്. ഇത്രയും നാൾ പോലെയല്ല, കുറേ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ജോലി കിട്ടി തുടങ്ങുന്നുണ്ട് അല്ലേ. എന്തായാലും ശരി, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ KYC ആപ്പിനെ കുറിച്ചാണ്. ഇപ്പോൾ KYC ആപ്പ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സമയം ഏകദേശം ഇനി 10-15 ദിവസം കൂടിയുള്ളൂ. അതിനുശേഷം നമുക്ക് ചെയ്യുന്ന വർക്കിനുമൊക്കെ ഈ KYC നിർബന്ധമാക്കി വരികയാണ്. അപ്പോൾ എല്ലാവരും കഴിവതും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അത് എടുത്തു തീർക്കണമെന്ന് ഞാൻ വീണ്ടും ഒരു വീഡിയോ കൂടി ചെയ്തു പറഞ്ഞു. ശരി, എന്തായാലും ഇപ്പോൾ അതിന് താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ, അപ്പോൾ ഞാൻ ഓരോ കമൻറ്റിനും, നിങ്ങൾ കൊടുക്കുന്ന ഓരോ കമൻറ്റിനും ഞാൻ വളരെ ശ്രദ്ധാപൂർവം വായിച്ച് അതിനുള്ള മറുപടികൾ കണ്ടെത്തി നിങ്ങൾക്ക് തരുന്നുണ്ട്. എന്തായാലും പരമാവധി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് അവിടെ വിട്ടിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് പോകുന്നത്. ബാക്കി എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വിശദമായിട്ട് പഠിച്ചു. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മറുപടി തരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വന്നത് അതിൻ്റെ കമൻറ്റുകൾ വായിച്ചപ്പോൾ കുറേ പേർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പല ആൾക്കാർക്കും മറുപടി കൊടുത്തിട്ടുള്ളത് നിങ്ങളൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നത് ചില സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും ഈ സൈറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് കിട്ടാത്തൊരു വസ്തുത ഉണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ എന്ത് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഇതൊക്കെ റെഡിയായി കഴിഞ്ഞ് അപ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് വില്ലേജ് സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വില്ലേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ വാർഡിൻ്റെ പേരാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനിലെത്തി അവിടെ ഒന്നുകിൽ ആ വാർഡ് സെലക്ട് ആവാതിരിക്കുക, അല്ലെങ്കിൽ വാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം തൊഴിലാളികളുടെ ലിസ്റ്റ് വരാതിരിക്കുക. അതാണ് കൂടുതലായിട്ട് ഇപ്പോഴും വരുന്ന കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു സിസ്റ്റം നമ്മുടെ മൊബൈലിൻ്റെ പ്രശ്നമോ നമ്മളെ ചെയ്യേണ്ട പ്രശ്നമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അത് സൈറ്റ് കിട്ടുന്ന സമയത്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. കാരണം ഇതിനൊരു ഡേറ്റ് വെച്ചിട്ടുണ്ടല്ലോ, ഈ മാസം. അപ്പോൾ അടുത്ത മാസത്തേക്ക് ചെയ്തിട്ടുണ്ടാവണം എന്നത് നിർബന്ധമാണ്. അപ്പോൾ സാധാരണയായിട്ട് നമുക്കറിയാമല്ലോ, എല്ലാവരും ചെയ്യുന്നൊരു സമയം ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഫോട്ടോ എടുത്തിട്ട് നിൽക്കുന്നൊരു സമയം ഉണ്ടാവും, രാവിലത്തെ ഫോട്ടോ ആയാലും ആഫ്റ്റർനൂൺ ഫോട്ടോ ആയാലും. ആ ടൈമിനൊക്കെ ആയിരിക്കും പല ആൾക്കാരും ചെയ്യുന്ന, തൊഴിലാളികളൊക്കെ തൊഴിലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ. അതല്ലാതെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മറ്റുള്ള പ്രശ്നം വരുന്നില്ല എന്നുള്ളത് പറഞ്ഞ്, അതായത് ലീവുള്ള തൊഴിലാളികളൊക്കെ പല സമയത്തും തിരക്കില്ലാത്ത സമയം, നമ്മൾ ആൾക്കാരൊന്നും കൂടുതലായിട്ട് സൈറ്റ് യൂസ് ചെയ്യാത്ത സമയത്താകുമ്പോൾ വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഒന്ന് ഡയറക്റ്റ് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല, സെൽഫി മോഡിലേക്ക് കിട്ടുന്നുണ്ടെന്നല്ലോ ഞാൻ പറഞ്ഞു. എന്തായാലും ശരി, ഓക്കെ, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ.